മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടേറെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പിന്നെ ഈ കൊട്ടക്കൽ മണ്ഡലത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ആ ദുരിതങ്ങളിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പിന്നെ രണ്ടത്താണ് ഈ ബൈപ്പാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട്, അണ്ടർപാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട്. കുറ്റിപ്പുറത്ത് ഇവിടെ പിന്നെ മണ്ണെടുത്ത് താഴ്ത്തിയത് കൊണ്ട് വീട് പൊളിഞ്ഞെടുത്ത് താമസയോഗ്യമല്ലാത്ത പ്രയാസങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്. അതിനിടയ്ക്കാണ് കഴിഞ്ഞ 2-3 ദിവസമായി പ്രളയം ഉണ്ടാവുകയും അതിൽ ഭയങ്കര മഴ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് കൊണ്ടുണ്ടായ പ്രയാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. നാടൊട്ടാകെ വയനാടുമായി ബന്ധപ്പെട്ട പിന്നെ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രയാസത്തിലാണ്. നമ്മളും ആ പ്രയാസത്തിൻ്റെ അനുഭവത്തിൽ തന്നെയാണ്. ഇതിൻ്റെ പ്രയാസങ്ങൾ പങ്കിടുകയാണ്. ഒപ്പം ഒട്ടേറെ ആളുകളെ ഇനിയും ലഭിക്കാനുണ്ട്, പ്രദേശങ്ങളിൽ എത്തപ്പെടാനുണ്ട്. പട്ടാളവും ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളുമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. ഏതായാലും ആ ദുരന്തത്തിനടുക്കം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ ഇവിടെ ഇപ്പം പണ്ടികശാലയിൽ മണ്ണ് എടുത്ത ഈ സ്ഥലത്ത് തൊട്ട് മുകളിൽ താമസിക്കുന്ന വീട്ടുകാരുണ്ട്. അവിടെയാണ് ഈ മണ്ണ് ഇങ്ങനെ താഴത്തോട്ട് വന്നിട്ടുള്ളത്, ഇടിഞ്ഞ് വീണിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഏകദേശം ഈ മണ്ണ് എടുത്തതിൻ്റെ 5 മീറ്റർ 10 മീറ്റർക്കകത്ത് ആടുകൾ താമസിക്കുന്നുണ്ട്. അപ്പം ഇത് ഇന്നലെ തന്നെ ഈ പ്രയാസങ്ങൾ ഇവിടുന്ന് നമ്മുടെ ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു, NHAയുടെ ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടർ ഇപ്പോൾ അതിൻ്റെ അധികൃതരുമൊക്കെ വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ 35ഓളം മൃതശരീരങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുമുള്ള പ്രവർത്തനങ്ങളിലാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിൻ്റെ ഒരു പ്രയാസം ഇന്ന് നാളെയും തീർന്ന ഉടനെ നമുക്ക് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതും അതുപോലെ തന്നെ കുറ്റിപ്പുറത്ത് അവിടെ ആ വീട് താമസം മാറ്റി അത് ഇനിയും താമസയോഗ്യമാകുമോ അല്ലയോ എന്നൊക്കെയുള്ള പരിശോധന നടത്തിയ റിപ്പോർട്ട് പൂർണ്ണമായും ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അതിൻ്റെ ഒരു പ്രശ്നപരിഹാരത്തിനായുള്ള പരിപൂർണമായ ശ്രമം നമ്മളൊന്നിച്ച് നടത്തേണ്ടതുണ്ട്. ജില്ലയിലൊട്ടാകെയുള്ള പ്രശ്നങ്ങൾ എല്ലാ MLAമാരും DDC മീറ്റിങ്ങിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരെയും ഒക്കെ അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നേരിട്ട് നടത്തുന്നത്. ആളുകളുടെ ഈ പ്രയാസങ്ങൾ അധികൃതരെ കൃത്യമായും ബോധ്യപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.